ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ട്രാവൽ ടിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തംബ്നെയിലിൽ കണ്ടു കാണും ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന്. അപ്പം നമ്മൾ യൂറോപ്പിലേക്ക് പോവുകയാണ്, അതും ബസ്സിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് തുർക്കിയിലെ ബേസിക്സ്റ്റാഷ് എന്ന ഒരു സ്ഥലത്താണ്. അവിടെ നിന്നാണ് നമ്മളിപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ട്രാവൽ കാണും. ഇവിടുന്ന് രാവിലെ ഒരു 7 മണി ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് നമ്മൾ തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പോകുന്ന പാതയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലും പലയിടത്തും പല ക്ലൈമറ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ചിലയിടങ്ങളിൽ നല്ല വെയിലടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ പോയി കഴിയുമ്പോൾ നല്ല മഞ്ഞ് കോട ഇറങ്ങി നിൽക്കുന്ന പോലുള്ളൊരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കാണ്, യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ഇതാണ് ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. ഇസ്താംബുൾ എന്ന നഗരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്താംബുളിൻ്റെ പകുതി ഭാഗം യൂറോപ്പിലും പകുതി ഭാഗം ഏഷ്യയിലുമാണ്. അതുകൊണ്ട് 2 ഭൂഖണ്ഡങ്ങൾ പങ്കിടുന്ന തുർക്കിയിലെ ഒരു നഗരമാണ് ഇസ്താംബുൾ. എന്തായാലും കാണാൻ നല്ല മനോഹരമായിട്ടുള്ള പാതകളാണ് ഇസ്താംബുളിലേക്കുള്ള വഴികൾ. ഇവിടെ സൈഡിലൊക്കെ കുറേ ആളുകൾ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. മീൻ കിട്ടുന്നുണ്ടോ എന്തോ. നമ്മൾ ഈ കാണുന്നത് ഒരു കവാടമല്ല, 16-ാം നൂറ്റാണ്ടിൽ വാലൻസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി നിർമ്മിച്ച ഒരു ജലസംഭരണിയാണിത്. ഇതാണ് അക്വഡക്റ്റ് ഓഫ് വാലൻസ്. അതിരാവിലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഇസ്താംബുൾ കാണാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. കുറേ ആളുകൾ കുറേ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോലെ എല്ലാവരും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്കിംഗ് ആയി. ഇനി നമ്മൾ പതുക്കെ നടന്ന് നമ്മുടെ ടൂർ ഗൈഡ് നമ്മളെ കാത്തവിടെ നിൽപ്പുണ്ട്. അപ്പം നമുക്ക് പുള്ളിയുടെ അടുത്തേക്ക് പോവാം. We start the tour from here, from Sultan Ahmet. This is Sultan Ahmet area, and we will go to Spice Market later for shopping also as. പുരാതന ഹിപ്പോഡ്രോമിന് സമീപം ഹാഗിയ സോഫിയയുടെ തൊട്ടടുത്താണ് ബ്ലൂ മാസ്ക് സ്ഥിതി ചെയ്യുന്നത്. ബ്ലൂ മാസ്ക് എന്നത് യൂറോപ്യന്മാർ നൽകിയ പേരാണ്. സുൽത്താൻ അഹമ്മദ് പള്ളി എന്നാണ് തുർക്കിയിലുള്ളവർ ഇതിനെ വിളിക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പ്രത്യേകതരം ടൈലുകളാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അകഞ്ചുവരികളുടെ ഡിസൈനുകളിൽ കൊടുത്തിരിക്കുന്ന പ്രത്യേകതരം നീല ടൈലുകൾ കാരണമാണ് ഈ പള്ളിയെ ബ്ലൂ മാസ്ക് എന്ന് അറിയപ്പെടുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സമയം പള്ളിക്കുള്ളിൽ പ്രത്യേകം സജ്ജീകരിച്ച ഇടങ്ങളിൽ നിസ്കാരം നടത്താമെന്ന പ്രത്യേകത കൂടി ഈ മോസ്കിനുണ്ട്. ഏകദേശം 500 വർഷത്തെ പഴക്കമാണ് ഈ പള്ളിക്കുള്ളത്. UN പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ച ഹാഗിയ സോഫിയ അഥവാ ഹായ സോഫിയ. നിർമ്മാണചാരുതയിലും കരകൗശല വിദ്യയിലും പുതുമയിലും ഏറെ ആകർഷകമാണ് ഹാഗിയ സോഫിയ. വിവാദങ്ങൾക്കും ആക്രമണങ്ങൾക്കുമൊക്കെ നിരവധി തവണ വിധേയയായ ഈ സ്മാരകം വാസ്തുവിദ്യയിലെ സങ്കല്പങ്ങളെ തിരുത്തിയെഴുതുന്ന ഒരു വിസ്മയ നിർമ്മിതിയാണ്. AD 537 അന്നത്തെ ബൈസ്റ്റാൻഡിക് ചക്രവർത്തിമാർ പണികഴിപ്പിച്ച ക്രിസ്ത്യൻ ദേവാലയമായിരുന്നു ഹാഗിയ സോഫിയ. എന്നാൽ 1453 ഒട്ടോമൻ വംശജനായ മുഹമ്മദ് II കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിക്കുകയും റോമക്കാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് 1453 പള്ളിയായും 1935 മ്യൂസിയമായും മാറ്റപ്പെട്ട ഈ സ്മാരകം 2020 ജൂലൈ 11 വീണ്ടും പള്ളിയായി മാറ്റുകയും നമസ്കാരത്തിന് തുറന്നു കൊടുക്കപ്പെടുകയും ചെയ്തു.
മനോഹരമായ അറബിക് കാലിഗ്രാഫിയിൽ ഇസ്ലാമിക പശ്ചാത്തലം ചിത്രീകരിക്കുവാൻ പരിശ്രമിച്ചെങ്കിലും ക്രിസ്തീയ സ്മാരകത്തിന്റെ നിരവധി അടയാളങ്ങൾ ഈ സ്മാരകത്തിലുണ്ട്. ബ്ലൂ മാസ്കും ഹാഗിയ സോഫിയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ നിന്നൊരു വിളി വിശപ്പിൻ്റെ. അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ എവിടെയോ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് വേണ്ടിയുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടൂർ കമ്പനി. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പലർക്കും വിശപ്പായി തുടങ്ങി, എനിക്കും വിശപ്പുണ്ട്. അപ്പം എല്ലാവരും നല്ല സ്പീഡിലാണ് പോകുന്നത്. എത്രയും വേഗം കയ്യിൽ കിട്ടുന്നത് അകത്താക്കുക എന്നാണ് ഉദ്ദേശം. അപ്പം ഇതിന് ശേഷം നമ്മൾ ഇവിടുത്തെ സ്പൈസ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. കുറച്ച് പർച്ചേസിങ്ങും പിന്നെ ഇവിടുത്തെ സാധാരണ ജീവിതവും ഇതൊക്കെ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇനിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.